ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കേരള PSC നടത്തുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എക്സാമുമായി ബന്ധപ്പെട്ട് സിലബസ് ബേസ്ഡ് PYQ ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന സിലബസ് ശരീരഘടനാശാസ്ത്രവും കായിക മത്സരങ്ങളിലും കായിക വിനോദങ്ങളിലും ഏർപ്പെടുമ്പോൾ ഉണ്ടാക്കുന്ന പരിക്കുകളും അവയുടെ പ്രാഥമിക ശുശ്രൂഷയും എന്നിവയായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള PYQ ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏത് ഗ്രന്ഥിയാണ് ആൽഡോസ്റ്റെറോൺ ഹോർമോൺ സ്രവിക്കുന്നത്? ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി. രണ്ടാമത്തെ ചോദ്യം, ഇവയിലേതാണ് ആത്മഹത്യാ സഞ്ചി എന്നറിയപ്പെടുന്നത്? ഉത്തരം ലൈസോസോം. അപ്പോൾ എന്താണ് ആത്മഹത്യാ സഞ്ചി എന്ന് അറിയപ്പെടുന്നത്? ലൈസോസോമാണ് ആത്മഹത്യാ സഞ്ചി എന്ന് അറിയപ്പെടുന്നത്. ഇനി ലൈസോസോമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കോശത്തിനുള്ളിലെ ദഹനത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. എന്താണ്? കോശത്തിനുള്ളിലെ ദഹനത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് ലൈസോസോം എന്ന് പറയുന്നത്. കോശത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ലൈസോസോമുകൾ സ്വയം പൊട്ടി അതിനുള്ളിലെ എൻസൈമുകൾ കോശത്തെ ദഹിപ്പിക്കുന്നു. ഇക്കാരണത്താലാണ് ലൈസോസോമിനെ ആത്മഹത്യാ സഞ്ചികളെന്ന് വിളിക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? ഉത്തരം സ്റ്റേപ്പീഡിയസ്. അടുത്ത ചോദ്യം, റൊട്ടേറ്റർ കഫ് പേശികൾ ഏതെല്ലാമാണ്? ഉത്തരം സുപ്രാസ്പൈനിറ്റിസ്, ഇൻഫ്രാസ്പൈനിറ്റിസ്, ടെറസ് മൈനർ ആൻഡ് സബ്സ്ക്യാപുലാരിസ് എന്നിവയാണ് റൊട്ടേറ്റർ കഫ് പേശികളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് പഠിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. മനുഷ്യൻ്റെ തോളിൻ്റെ സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതും അതിനെ ചലിപ്പിക്കാൻ സഹായിക്കുന്നതുമായ 4 പേശികളുടെയും ടെൻഡനുകളുടെയും കൂട്ടത്തെയാണ് റൊട്ടേറ്റർ കഫ് എന്ന് വിളിക്കുന്നത്. എന്താണ്? മനുഷ്യൻ്റെ തോളിൻ്റെ സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതും അതിനെ ചലിപ്പിക്കാൻ സഹായിക്കുന്നതുമായ 4 പേശികളുടെയും ടെൻഡനുകളുടെയും കൂട്ടത്തെയാണ് റൊട്ടേറ്റർ കഫ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി ഈ 4 എണ്ണവും എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സുപ്രാസ്പൈനിറ്റിസ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? കൈകൾ വശങ്ങളിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നതാണ് ആര്? സുപ്രാസ്പൈനിറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫ്രാസ്പൈനിറ്റിസോ? തോളെല്ലിനെ പുറത്തേക്ക് തിരിക്കാൻ സഹായിക്കുന്നു. ഇനി ടെറസ് മൈനർ ആണെങ്കിലോ? ഇൻഫ്രാസ്പൈനിറ്റിസിനൊപ്പം ചേർന്ന് കൈ പുറത്തേക്ക് തിരിക്കാനായി സഹായിക്കുന്നു. ഇനി സബ്സ്ക്യാപുലാരിസ് ആണെങ്കിലോ? കൈകൾ അകത്തേക്ക് തിരിക്കാനായി സഹായിക്കുന്നു. ഇതാണ് റൊട്ടേറ്റർ കഫിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വലിയ പേശി. അപ്പോൾ റൊട്ടേറ്റർ കഫിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? അത് സബ്സ്ക്യാപുലാരിസ് ആണ്. ഇനി നമുക്ക് ഈ പേശികളുടെ പേരുകളൊന്ന് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ടൊരു കോഡുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നത് സിറ്റ്സ് എന്നാണ്. ഈ സിറ്റ്സ് എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ 4 റൊട്ടേറ്റർ കഫ് പേശികളുടെയും ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സിറ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഏത് നാഡീ വ്യവസ്ഥയുടെ കീഴിലാണ് വരുന്നത്? ഉത്തരം സിമ്പത്തറ്റിക് സിസ്റ്റം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, പൊരുതുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നിവ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പ്രതികരണം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമ്പത്തറ്റിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പ്രതികരണം എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ ശരീരത്തെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാക്കുന്നതാണ്. ഓർത്തു വെക്കുക, പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ പറയുന്ന പേര് സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്നനാളത്തിൻ്റെ ചലനത്തെ എന്തു വിളിക്കുന്നു? ഉത്തരം പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിൻ്റെ ചലനത്തെ വിളിക്കുന്നത് പെരിസ്റ്റാൾസിസ് എന്നാണ്. അടുത്ത ചോദ്യം, ഓർബിക്യുലാരിസ് ഓറിസ് പേശിയുടെ ആകൃതി എന്താണ്? ഉത്തരം വൃത്തം. ഓർബിക്യുലാരിസ് ഓറിസ് പേശി വായയുടെ ചുറ്റുമുള്ള ഒരു വൃത്താകൃതിയിലുള്ള പേശിയാണ്. ഇത് വായ അടയ്ക്കാനും ചുണ്ടുകൾ മടക്കാനും നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. ഓർബിക്യുലാരിസ് ഓറിസ് പേശിയാണ്. അപ്പോൾ ഈ നമുക്കറിയാം, ഓറൽ എന്നൊക്കെ പറഞ്ഞാൽ വായയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേമാണ് ഓറൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഓർബിക്യുലാരിസ് ഓറിസ് പേശി എന്ന് പറയുമ്പം എന്താണ്? വായയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേശിയാണെന്ന് ഓർക്കുക. അതിൻ്റെ ഷേപ്പ് എന്താണ്? റൗണ്ട് ഷേപ്പ്, സർക്കിൾ ഷേപ്പിലാണ് അതിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോശങ്ങൾക്കിടയിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും കൈമാറ്റത്തെ എന്ത് വിളിക്കുന്നു? ഉത്തരം ഇൻറ്റേർണൽ റെസ്പിറേഷൻ. അതായത് ഈ പ്രക്രിയയിൽ ഓക്സിജൻ രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്കും കാർബൺ ഡയോക്സൈഡ് കോശങ്ങളിൽ നിന്ന് രക്തത്തിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര തരം കോശ വിഭജനങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്? ഉത്തരം 2. അതിനെ മൈറ്റോസിസ് എന്നും മിയോസിസ് എന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീര വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും സഹായിക്കുന്ന സാധാരണ കോശ വിഭജനമാണ് മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മിയോസിസോ? പ്രത്യുൽപാദന കോശങ്ങളായ ബീജകോശങ്ങളും അണ്ഡകോശങ്ങളും രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന കോശ വിഭജനമാണ് മിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റിക്കാതെ പഠിക്കുക.
മൈറ്റോസിസ് എന്നാൽ ശരീര വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനുമാണെങ്കിൽ മിയോസിസ് എന്നാൽ പ്രത്യുൽപാദന കോശങ്ങളായ ബീജകോശങ്ങളും അണ്ഡകോശങ്ങളും രൂപപ്പെടുന്നതിന് സഹായിക്കുന്ന കോശ വിഭജനമാണ്. അപ്പോൾ തെറ്റിക്കാതെ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൻഡിക്കുലർ അസ്ഥി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഉത്തരം കൈകാലുകളുടെ അസ്ഥികൾ. തലയോട്, വാരിയെല്ല്, മാറെല്ല് എന്നിവ അക്ഷീയ അസ്ഥി വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ കൈകാലുകളുടെ അസ്ഥികൾ മാത്രമാണ് അപ്പൻഡിക്കുലർ അസ്ഥി വ്യവസ്ഥയിൽ പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. പേശീനാരുകളുടെ എണ്ണത്തിലുള്ള വർധനവിനെ എന്തു വിളിക്കുന്നു? ഉത്തരം മസ്കുലർ ഹൈപ്പർപ്ലാസിയ. നിലവിലുള്ള പേശീനാരുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനെയാണ് മസ്കുലർ ഹൈപ്പർട്രോഫി എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം കൊണ്ട് തിരിഞ്ഞു പോകരുത്. പേശീനാരുകളുടെ എണ്ണത്തിലുള്ള വർധനവിനെ മസ്കുലർ ഹൈപ്പർപ്ലാസിയ എന്നും നിലവിലുള്ള പേശീനാരുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനെ മസ്കുലർ ഹൈപ്പർട്രോഫി എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിൽ എർഗോജനിക് എയ്ഡ് വിഭാഗത്തിൽ അല്ലാത്തതേത്? ഉത്തരം മേൽപ്പറഞ്ഞവയിൽ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ വിസർജന അവയവം ഏതാണ്? ഉത്തരം മേൽപ്പറഞ്ഞവയെല്ലാം. ത്വക്ക്, ശ്വാസകോശം, വൃക്ക മുതലായവയെല്ലാം മനുഷ്യ ശരീരത്തിലെ വിസർജന അവയവമാണ്. പീരിയോഡൈസേഷനിലെ ട്രാൻസിഷൻ ഘട്ടത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം 2 മുതൽ 8 ആഴ്ച വരെ. ട്രാൻസിഷൻ ഘട്ടം പ്രധാനമായും വിശ്രമത്തിനും വീണ്ടെടുക്കലിനുമായിട്ടുള്ള സമയമാണ്. ഇത് സാധാരണയായി 2 മുതൽ 8 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട്. നമ്മുടെ ചാനലിലെ PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഇത് 3ാമത്തെ വീഡിയോയാണ്. ഇനിയും കൂടുതൽ PYQ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കൂടുതൽ PYQ നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.